ഭക്തിസാന്ദ്രമായി ശബരിമലയിൽ നിറപുത്രി അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ച നെൽക്കതിരുകൾ പ്രസാദമായി ഏറ്റുവാങ്ങിയതിന്റെ പുണ്യനിർവൃതിയിലാണ് നിറപുത്രി പുലരിയിൽ സന്നിധാനത്ത് ഭക്തർ ഓരോരുത്തരും. ഇന്നലെ പുലർച്ചെ 5:30-നും 6:30-നും മധ്യേ തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു നിറപുത്രി പൂജകൾ. വിവിധയിടങ്ങളിൽ നിന്ന് എത്തിച്ച നെൽക്കതിരുകൾ ശ്രീകോവിലിൽ പൂജിച്ച ശേഷം തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഭക്തർക്ക് പ്രസാദമായി നൽകുകയുണ്ടായി. പൂജകൾ പൂർത്തിയാക്കി രാത്രി 10-ന് നടയടയ്ക്കും. മിഥുൻ പിള്ള തുടരുന്നുണ്ട് സന്നിധാനത്ത്. മിഥുൻ മുരളിയാണ് നമുക്ക് ഒപ്പം സന്നിധാനത്ത് നിന്ന് ചേരുന്നത്. മിഥുൻ, സന്നിധാനം ഭക്തി സാന്ദ്രമാണ്. ഐശ്വര്യപൂർണമായിട്ടുള്ള സമ്പൽ സമൃദ്ധിയുടെ പുലരിയിൽ അയ്യപ്പസ്വാമിയെ ദർശിച്ച് സായുജ്യം നേടുകയാണ് ഭക്തജനങ്ങൾ. ദർശനത്തോടൊപ്പം തന്നെ അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ച നെൽക്കതിരുകൾ ലഭിച്ചു എന്നുള്ളത് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയും ആഗ്രഹ നിവൃത്തി നൽകുന്ന കാര്യമാണ്. രാവിലെ 4 മണിക്ക് ഇന്ന് നട തുറന്നു. 5:30 മുതൽ 6:30 വരെയാണ് നിറപുത്രി പൂജാ ചടങ്ങുകൾ ഉണ്ടായിരുന്നത്. തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയുടെ സഹകാർമ്മികത്വത്തിൽ ചടങ്ങുകൾ നടന്നു. കൊടിമരച്ചുവട്ടിൽ നിന്നും നെൽക്കതിരുകൾ സ്വീകരിച്ച് ശ്രീകോവിലിന് വലം വെച്ച് ശ്രീകോവിലിലേക്ക് നെൽക്കതിരുകൾ എത്തിച്ചു. പിന്നീട് ശ്രീകോവിലിൽ പ്രത്യേക പൂജകൾ. അയ്യപ്പസ്വാമിക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ എത്തിച്ച ശ്രീകോവിലിൽ അയ്യപ്പസ്വാമിക്ക് നെൽക്കതിരുകൾ സമർപ്പിച്ചു. പാലക്കാട് നിന്നും ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗികമായി അച്ഛൻ കോവിലിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ആറന്മുളയിൽ നിന്നും അതുകൂടാതെ ഓരോ ഭക്തജനങ്ങളും നെൽക്കതിരുമായി ഇരുമുടിക്കെട്ടിനൊപ്പം നെൽക്കതിരുമായാണ് മല കയറി ഇന്നലെ സന്നിധാനത്തേക്ക് എത്തിയത്. ഇങ്ങനെ ഭക്തജനങ്ങൾ അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ച നെൽക്കതിരുകൾ അയ്യപ്പസ്വാമിക്ക് മുൻപിൽ പൂജിച്ച് രാവിലെ 5:30-നും 6:30-നും മധ്യേയുള്ള മുഹൂർത്തത്തിൽ നിറപുത്രി ചടങ്ങുകൾ നടന്നതിന് ശേഷം ഭക്തജനങ്ങൾക്ക് തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തനും തന്ത്രി മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയും ചേർന്ന് നെൽക്കതിരുകൾ ഈ പൂജിച്ച അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ച നെൽക്കതിരുകൾ വിതരണം ചെയ്തു. അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ച ആ നെൽക്കറ്റകൾ പ്രസാദമായി ലഭിച്ചതിൻ്റെ ഏറ്റുവാങ്ങാൻ സാധിച്ചതിൻ്റെ നിർവൃത്തിയിലായിരുന്നു ഈ സമയമത്രയും സന്നിധാനത്ത് ഇന്ന് എത്തിയ ഭക്തജനങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നത്. ഒരു വർഷത്തെ ഐശ്വര്യസമ്പൂർണ്ണമായിട്ടുള്ള കാർഷിക സമൃദ്ധിയുടെ ഐശ്വര്യസമ്പൂർണ്ണമായിട്ടുള്ള ജീവിതത്തിന് ഒക്കെ വേണ്ടി അയ്യപ്പസ്വാമിക്ക് മുൻപിൽ പ്രാർത്ഥിച്ച് ആ പ്രസാദം ഏറ്റുവാങ്ങിയതിൻ്റെ ആ ഒരു ഐശ്വര്യത്തോടു കൂടി ഇന്ന് ഭക്തജനങ്ങൾ മലയിറങ്ങുന്നു. രാത്രി 10 മണിക്കാണ് ഇന്ന് പൂജകൾ പൂർത്തിയാക്കി നടയടയ്ക്കുന്നത്. രാവിലെ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. ഈ ഒരു ദിവസത്തിന് വേണ്ടി ഒരു പുണ്യ മണിക്കൂറുകൾക്ക് വേണ്ടി കാത്തുനിന്ന ഭക്തജനങ്ങളാണ് ഇന്നലെ മല കയറിയെത്തിയ ഭക്തജനങ്ങളും ഇന്ന് രാവിലെ ഈ ദിവസം ക്രമീകരിച്ചുകൊണ്ട് എത്തിയ ഭക്തജനങ്ങളുടെ എല്ലാം വലിയ തിരക്ക് രാവിലെ സന്നിധാനത്ത് അനുഭവപ്പെട്ടു. മലയാളികൾ മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നടക്കം വലിയ ഭക്തജന തിരക്ക് സന്നിധാനത്ത് ഇന്നലെയും ഇന്നുമായി അനുഭവപ്പെട്ടു. ഇന്ന് പുലർച്ചയ്ക്ക് ശേഷമുള്ള സമയത്ത് നിറപുത്രി മുഹൂർത്തത്തിന് ശേഷമുള്ള സമയത്ത് തിരക്ക് കുറവാണ് അനുഭവപ്പെടുന്നത്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. മുഴുവൻ ഭക്തജനങ്ങളും ഈ ഒരു സമയം മുഹൂർത്തം ക്രമീകരിച്ചുകൊണ്ടായിരുന്നു എത്തിയത് എന്നാണ് വിലയിരുത്തേണ്ടത്. ഇന്ന് രാത്രി 10 മണിക്ക് നിറപുത്രിക്ക് വേണ്ടി മാത്രം ശബരിമല നട തുറന്ന് നട അടയ്ക്കും. രാത്രി 10 മണിക്ക് നടയടച്ച് ഇനി ചിങ്ങമാസ പൂജകൾക്ക് വേണ്ടി ചിങ്ങം 1-ന് നട തുറക്കും. എന്തായാലും ഒരു ആഗ്രഹ നിർവൃതിയുടെയും ആഗ്രഹ സഫലീകരണത്തിൻ്റെയും ഒരു വർഷത്തെ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ദിവസങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്തജനങ്ങളുടെ അയ്യപ്പസ്വാമിക്ക് നിവേദ്യം അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഐശ്വര്യപൂർണ്ണമായ ദിവസത്തേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള ഭക്തജനങ്ങളുടെ ആ കാത്തിരിപ്പിൻ്റെ മണിക്കൂറുകളൊക്കെയാണ് സന്നിധാനത്ത് നിന്ന് ഏറ്റവും ഭക്തി സാന്ദ്രമായി കാണാൻ കഴിഞ്ഞത്. അതെ മിഥുൻ, ഈ ഇമ്പോസിഷൻ പോലെ കിഷൻ കിഷോർ എന്ന പ്രേക്ഷകൻ എന്നോട് പറയുന്നുണ്ട്. പത്തനംതിട്ടയുടെ സ്വന്തം മിഥുൻ മുരളിയാണ്. അറിയാതെ പറഞ്ഞു പോയതാണ് മിഥുൻ പിള്ള എന്ന്. സ്ലിപ്പ് ഓഫ് ടങ്, ക്ഷമിക്കുക എന്നോട്. എന്തായാലും പത്തനംതിട്ടയുടെ സ്വന്തം മിഥുൻ മുരളി, ശബരിമല മുതൽ പത്തനംതിട്ടയുടെ അങ്ങേയറ്റം വരെ മിഥുൻ എന്നൊക്കെ ആവർത്തിക്കുന്നുണ്ട്. തീർച്ചയായും ഞങ്ങളുടെ മുത്താണ് മിഥുൻ.